ഗുഡ് മോർണിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലത്തെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫണ്ട് ഫ്ലോ പ്രിപ്പറേഷൻ്റെ സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്ത് ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? പ്രിപ്പറേഷൻ ഓഫ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ചേഞ്ചസ് കണ്ടുപിടിക്കാനുള്ള ഷെഡ്യൂൾ പ്രിപ്പറേഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. അതിൻ്റെ പ്രൊഫോമ പഠിച്ച് ഒരു പ്രോബ്ലം ചെയ്തിട്ടാണ് നിർത്തിയത്. പ്രൊഫോമ പ്രകാരം ചെയ്യുക. ആദ്യം കറണ്ട് അസറ്റ്സുകൾ എഴുതുക, അത് ടോട്ടൽ ചെയ്തിടുക. ദെൻ കറണ്ട് ലയബിലിറ്റീസ് ചെയ്താൽ ടോട്ടൽ ചെയ്തിടുക. ദെൻ അതിൽ നിന്നും വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക, ലെസ് ചെയ്യുക. കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് ലെസ് ചെയ്തിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ 2 കൊല്ലത്തെയും കണ്ടുപിടിക്കുക. എന്നിട്ട് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നമ്മൾ കണ്ടുപിടിക്കുക. അതിൻ്റെ ഡിഫറൻസ് എമൗണ്ട് എവിടെയാണോ ഷോർട്ടേജ് ആ കോളത്തിൽ എഴുതുക. ഇൻക്രീസ് ആണെങ്കിൽ നമ്മൾ കൂടിയെന്ന് വെച്ചാൽ ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എഴുതുക. എവിടെയാണോ ഷോർട്ടേജ് ആ കോളത്തിൽ എഴുതുക. ഡിക്രീസ് ആണെങ്കിൽ ഡിക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എവിടെയാണോ ഷോർട്ടേജ് ആ കോളത്തിൽ എഴുതുക. പിന്നെ ഇൻക്രീസ് കോളം ഡിക്രീസ് കോളം ഫില്ല് ചെയ്യേണ്ടതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത്. അതിനാദ്യം ചെയ്യേണ്ടത് നമ്മളെ റിലേഷൻഷിപ്പാണ്. കറണ്ട് അസറ്റ് കൂടിയാൽ എന്താണ്? ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ ദെൻ കറണ്ട് അസറ്റ് കുറഞ്ഞാൽ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ്. കറണ്ട് അസറ്റും വർക്കിംഗ് ക്യാപിറ്റലും തമ്മിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. അത് കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും, കുറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. അതിന് നേരെ ഓപ്പോസിറ്റാണ് കറണ്ട് ലയബിലിറ്റീസിൻ്റെ കേസ് വരിക. കറണ്ട് ലയബിലിറ്റി കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും, കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. അപ്പോൾ എന്ത് റിലേഷൻഷിപ്പാണ്? നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് അത് തമ്മിലുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോ കറണ്ട് അസറ്റും എടുത്തിട്ട് കൂടിയോ കുറഞ്ഞോ നോക്കുക. അതിനനുസരിച്ച് കോളത്തിൽ ഫില്ല് ചെയ്യുക. ദെൻ ഓരോ കറണ്ട് ലയബിലിറ്റി എടുത്തിട്ട് കൂടിയോ കുറഞ്ഞോ നോക്കുക. കൺസേൺഡ് കോളത്തിൽ ഫില്ല് ചെയ്യാം. പിന്നെ ലാസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏറ്റവും ലാസ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ട് ഇൻക്രീസ് ആണെങ്കിൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് എഴുതി നമ്മൾ ഏത് കോളത്തിലാണോ ഷോർട്ടേജ് ആ കോളത്തിൽ എഴുതി. ഇവിടെ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ അപ്പുറത്തെ കോളത്തിൽ ഡിക്രീസ് എമൗണ്ട് കോളത്തിൽ എഴുതാം. അതായത് ഇവിടെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിലെ താഴെ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഏത് കോളത്തിലാണ് ഷോർട്ടേജ് ആ കോളത്തിൽ എഴുതിയിട്ടുണ്ടാവും. ദെൻ അപ്പുറത്തുള്ള മൂന്നാമത്തെയും നാലാമത്തെയും കോളത്തിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് അതിൽ ഏതെങ്കിലും ഒരു കോളത്തിൽ എഴുതണം. ഇവിടെ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഡിക്രീസ് കോളത്തിൽ എഴുതാം. ഇവിടെ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ് കോളത്തിൽ എഴുതാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. അതിൻ്റെ അപ്പുറത്തേക്കുള്ള പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചാൽ മതി. ഇവിടെ എഴുതണതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കോളത്തിൽ ആ ഡിഫറൻസ് എമൗണ്ട് എഴുതിയാലാണ് നമ്മുടെ ഷെഡ്യൂൾ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആവുക. ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാനൊന്ന് സമ്മപ്പ് ചെയ്ത് പറഞ്ഞെന്നുള്ളൂ. നമുക്കിന്ന് കുറച്ചധികം പ്രോബ്ലംസ് അതിൽ വർക്കൗട്ട് ചെയ്യാം. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വേറൊരു പ്രോബ്ലമാണിത്. പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഈ ഷെഡ്യൂൾ പ്രിപ്പറേഷൻ. അപ്പോൾ അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഒരു ബാലൻസ് ഷീറ്റിനെ തന്നിരിക്കുന്നു. 2 കൊല്ലത്തെ ഫിഗേഴ്സ് വെച്ചിട്ട് 2011-ഉം 2012-ലെയും അസറ്റ്സും ലയബിലിറ്റീസും തന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാം, നമുക്ക് ഈ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്തുമാത്രം ആവശ്യമുള്ളൂ? കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസിൻ്റെ മാത്രം ഡീറ്റെയിൽസ് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് കറണ്ട് ലയബിലിറ്റി വരിക. ഇവിടെ തൊട്ടാണ് വരിക? ആ ക്രെഡിറ്റേഴ്സ് തൊട്ടാണ് വരില്ല. മുകളിൽ കിടക്കുന്ന ഷെയർ ക്യാപിറ്റൽ ആവശ്യമില്ല, റിസർവ്സ് ആൻഡ് സർപ്ലസ് ആവശ്യമില്ല, PNL അക്കൗണ്ട് ആവശ്യമില്ല, മോർഗേജ് ലോൺ ആവശ്യമില്ല. മോർഗേജ് ലോൺ എന്ന് പറയുകയാണെങ്കിൽ സെക്യൂരിറ്റി വെച്ചിട്ടുള്ള ലോണ്. അത് എന്തായാലും ലോങ് ടൈം ആയിരിക്കും, ഷോർട്ട് ടൈം ആയിരിക്കില്ല. അപ്പോൾ അതിനുശേഷം പിന്നെ ക്രെഡിറ്റേഴ്സ് കറണ്ട് ലയബിലിറ്റിയാണ്, ബിൽസ് പേയബിൾ കറണ്ട് ലയബിലിറ്റിയാണ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ നമുക്ക് ലയബിലിറ്റി സൈഡിലത്തെ ആ ലാസ്റ്റത്തെ 3 ഐറ്റംസ് മാത്രമേ ആവശ്യമുള്ളൂ. ദെൻ അസറ്റ് സൈഡ് നോക്കുക. ആദ്യത്തെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വരില്ല, പ്ലാന്റ് ആൻഡ് മെഷീനറി വരില്ല. ദെൻ അതിന് താഴത്ത് കിടക്കുന്ന സ്റ്റോക്ക് വരും, ഡെപ്റ്റേഴ്സ് എടുക്കണം, പ്രീപെയ്ഡ് എക്സ്പെൻസസ് എടുക്കണം, ക്യാഷ് അറ്റ് ബാങ്ക് എടുക്കണം, ക്യാഷ് ഇൻ ഹാൻഡും എടുക്കണം. ബാക്കിയുള്ള 5 കറണ്ട് അസറ്റ്സും നമ്മുടെ ഷെഡ്യൂളിൽ വരേണ്ടതാണ്. അപ്പോൾ ഈ അസറ്റ് സൈഡിലത്തെ ഈ 5 ഐറ്റംസും ലയബിലിറ്റി സൈഡിലത്തെ 3 ഐറ്റംസും മാത്രമേ നമുക്ക് ഷെഡ്യൂൾ പ്രിപ്പറേഷന് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് നിങ്ങൾ തെറ്റിക്കാണ്ട് ബാലൻസ് ഷീറ്റ് കോപ്പി ചെയ്യുക. എന്നിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാം. ഷെഡ്യൂൾ വരയ്ക്കുക. ഷെഡ്യൂളിൽ എത്ര കോളം വേണം? 5 കോളംസ് ആണ് വേണ്ടത്. ഫസ്റ്റ് കോളം പെർട്ടിക്കുലർ. നെക്സ്റ്റ് 2 കൊല്ലങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 2 കൊല്ലങ്ങൾ എന്ന് പറയുന്നത് 2011-ഉം 2012-ഉമാണ്. അപ്പോൾ അതുപോലെ എഴുതുക. നെക്സ്റ്റ് 2 കോളംസ്, ഒരെണ്ണം ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും രണ്ടാമത്തത് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലുമാണ്. ദെൻ അതിൽ 1A എന്ന് എഴുതുക. എന്തെന്ന് എഴുതുക? കറണ്ട് അസറ്റ്സ് എന്ന് എഴുതുക. ദെൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കറണ്ട് അസറ്റ്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. 5 കറണ്ട് അസറ്റ്സ് ആണ് ഈ ക്വസ്റ്റ്യനിലുള്ളത്. അത് 5ഉം തെറ്റിക്കാതെ എഴുതുക. എമൗണ്ടും അതുപോലെ തന്നെ എടുത്തെഴുതുക. ദെൻ ഒക്കെ കൂടി കൂട്ടുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2011-ലെ 2,80,000 കിട്ടും.
12-ലെ 2,90,000 കിട്ടും. ഓക്കെ, ദെൻ അടുത്ത എന്താ നമ്മൾ പറയേണ്ടത്? ബി എന്ന് പറഞ്ഞിട്ട് കറണ്ട് ലയബിലിറ്റീസ് എഴുതാം. നമ്മൾ നേരത്തെ കണ്ടുവച്ചിരുന്നു നമുക്ക് 3 കറണ്ട് ലയബിലിറ്റീസ് ആണുള്ളത്. ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. അതിൻ്റെയും 2 കൊല്ലത്തെ ഫിഗേഴ്സ് തെറ്റിക്കാതെ എഴുതാം. 90,000, 30,000, 25,000. അപ്പുറത്ത് 1,25,000, 25,000, 35,000. ഓക്കെ, അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ കറണ്ട് ലയബിലിറ്റീസ് ആഡ് ചെയ്യുക. എന്നിട്ട് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എത്ര വരും? 2011-ലെ 1,45,000 വരും, 12-ലെ 1,85,000 വരും. അപ്പോൾ നമുക്ക് കറണ്ട് അസറ്റിൻ്റെ ടോട്ടലും കിട്ടി, അതുപോലെ കറണ്ട് ലയബിലിറ്റിയുടെ ടോട്ടലും കിട്ടി. നമ്മൾ സി എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതണം? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് എഴുതണം. വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? ബ്രാക്കറ്റിൽ എഴുതുക A-B. നമ്മൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് അസറ്റിൽ നിന്ന് ബി ആയ ടോട്ടൽ കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്യണം. അതായത് 2,80,000-ൽ നിന്ന് 1,45,000 ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 2011-ലെ 1,35,000 കിട്ടും. അതുപോലെ തന്നെ 2012-ലും ചെയ്യുക. 12-ലത്തെ ടോട്ടൽ കറണ്ട് അസറ്റായ 2,90,000-ൽ നിന്ന് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി ആയ 1,85,000 ലെസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2012-ലത്തെ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് 1,05,000 കിട്ടി. ഓക്കെ, അപ്പോൾ 2 കൊല്ലത്തെയും വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടി. ഇനി നോക്കുക എന്താണ്ടായ? 2011-ലെ 1,35,000 വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ളത് 12 ആയപ്പോൾ എത്രയായിട്ട് മാറി? 1,05,000 ആയിട്ട് കുറയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളിവിടെ എന്താണ് എഴുതേണ്ടത്? ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് എഴുതേണ്ടത്. കാരണം കുറയല്ല ഉണ്ടായത്. അപ്പോൾ ഇവിടെ ഡി എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 1,35,000 ആണ്. അതും 1,05,000 ആയിട്ട് മാറാണ് ചെയ്തത്. അപ്പോൾ എത്രയാണ്? 30,000 ആണ് എമൗണ്ട് വരുന്നത്. ആ ഡിഫറൻസ് എമൗണ്ട് വരുന്നത് അത് എവിടെ എഴുതണം? എവിടെയാണോ ഷോർട്ടേജ് ആ കോളത്തിലാണ് എഴുതേണ്ടത്. അപ്പോൾ എവിടെയാണ് ഷോർട്ടേജ് വന്നിരിക്കുന്നത്? 2012-ലല്ലേ? അതിൻ്റെ താഴെ എഴുതാം. ആ 1,05,000-ൻ്റെ താഴെ എത്രയെന്ന് എഴുതാം? 30,000 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഈ 2 കോളത്തിൻ്റെയും എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ കൂടിയോ കുറഞ്ഞോ എന്ന് നോക്കുക. അപ്പോൾ ഇതിവിടെ കുറഞ്ഞേക്കാണ്. അപ്പോൾ ഇവിടെ എന്തെന്ന് എഴുതണം? ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് എഴുതണം. എന്നിട്ട് എത്ര ഡിഫറൻസ് എമൗണ്ട്? 1,35,000-ഉം 1,05,000 നമ്മുടെ ഡിഫറൻസ് എത്രയാണ്? 3,000 ആണ്. ആ 3,000 ഏത് കോളത്തിലാണ് ഷോർട്ടേജ് അവിടെ എഴുതുക. അതായത് ടാലി ആക്കാനായിട്ട് ഇപ്പുറത്ത് 1,35,000 ഉണ്ട്. അപ്പോൾ ടാലി ആക്കാനായിട്ട് ഇപ്പുറത്താണ് 30,000 എഴുതേണ്ടത്. അപ്പോൾ 2012 കോളത്തിൽ 30,000 എന്ന് എഴുതാം. ഇനി നമുക്ക് അപ്പുറത്ത് കിടക്കുന്ന ഇൻക്രീസ് കോളം ഡിക്രീസ് കോളം ഫില്ല് ചെയ്യണം. നോക്കുക, സ്റ്റോക്ക് എന്തുണ്ടായ? 1,20,000-ൽ നിന്ന് 1,40,000 ആയിട്ട് കൂടി. കറണ്ട് അസറ്റ് കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. അപ്പോൾ ഏത് കോളത്തിൽ എഴുതണം? ഇൻക്രീസ് കോളത്തിൽ എഴുതണം. ഡിഫറൻസ് 20,000. അടുത്തത് നോക്കുക, ഡെപ്റ്റേഴ്സ് നോക്കുക. 60,000 എന്നുള്ളത് 45,000 ആയിട്ട് കുറഞ്ഞു. കറണ്ട് അസറ്റ് കുറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലും കുറയും. അപ്പോൾ ഡിക്രീസ് കോളത്തിൽ ഡിഫറൻസ് എമൗണ്ട് ആയ 15,000 എന്ന് എഴുതി. ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ് 10,000 എന്നുള്ളത് 25,000 ആയിട്ട് കൂടി. കറണ്ട് അസറ്റ് കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. അപ്പോൾ ഇൻക്രീസ് കോളത്തിൽ ഡിഫറൻസ് എമൗണ്ട് ആയ 15,000 എന്ന് എഴുതി. ദെൻ ക്യാഷ് അറ്റ് ബാങ്ക് 70,000 എന്നുള്ളത് 50,000 ആയിട്ട് കുറഞ്ഞു. കറണ്ട് അസറ്റ് കുറഞ്ഞാൽ ഡിക്രീസ് കോളത്തിൽ എഴുതുക. ഡിഫറൻസ് എമൗണ്ട് ആയ 20,000 ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ എഴുതി. ദെൻ ക്യാഷ് ഇൻ ഹാൻഡ് എന്താണ്ടായ? 20,000 എന്നുള്ളത് 30,000 ആയിട്ട് കൂടി. അപ്പോൾ ഏത് കോളത്തിൽ എഴുതേണ്ടത്? ഇൻക്രീസ് കോളത്തിൽ എഴുതുക. ഡിഫറൻസ് എമൗണ്ട് ആയ 10,000. ഓക്കെ, അപ്പോൾ കറണ്ട് അസറ്റുകളുടെ ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? കറണ്ട് ലയബിലിറ്റിയാണ് എഴുതേണ്ടത്. അതിന് എന്ത് റിലേഷൻഷിപ്പാണുള്ളത്? നെഗറ്റീവ് റിലേഷൻഷിപ്പാണുള്ളത്. കൂടിയാൽ കുറഞ്ഞ കോളത്തിൽ എഴുതുക, കുറഞ്ഞാൽ ഇൻക്രീസ് കോളത്തിൽ എഴുതുക. ഇപ്പോൾ ക്രെഡിറ്റേഴ്സിനെ നോക്കാം. 90,000 എന്നുള്ളത് 1,25,000 ആയിട്ട് കൂടി. അപ്പോൾ കൂടിയത് കൊണ്ട് ഏത് കോളത്തിൽ എഴുതാം? ഡിക്രീസ് കോളത്തിൽ എഴുതാം. ഡിഫറൻസ് എമൗണ്ട് ആയ 35,000 ഡിക്രീസ് കോളത്തിൽ എഴുതി. ദെൻ ബിൽസ് പേയബിൾ 30,000 എന്നുള്ളത് 25,000 ആയിട്ട് കുറഞ്ഞാൽ ഇൻക്രീസ് കോളത്തിൽ എഴുതാം. അപ്പോൾ ഡിഫറൻസ് എമൗണ്ട് ആയ 5,000. നെഗറ്റീവ് ചിഹ്നങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഡിഫറൻസ് എത്രയാണോ അത് എഴുതിയാൽ മതി. ഇൻക്രീസ് കോളത്തിൽ 5,000 എന്ന് എഴുതാം. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് 25,000 എന്നുള്ളത് 35,000 ആയിട്ട് കൂടിയാൽ ഡിക്രീസ് കോളത്തിൽ എഴുതുക. ഡിഫറൻസ് എമൗണ്ട് ആയ 10,000 നമ്മൾ എന്ത് എഴുതി? ഇവിടെ എഴുതി.
ഇനി അടുത്ത് നമ്മൾ നേരത്തെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് എഴുതിയേക്കുന്നത്. എത്ര എമൗണ്ട് ആണ്? 30,000. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇവിടെ ഡിക്രീസ് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ ഏത് കോളത്തിൽ എഴുതണം? ഇൻക്രീസ് കോളത്തിൽ എഴുതണം. നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുക. ഇവിടെ നമ്മൾ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയെന്ന് വെച്ചാൽ നമ്മൾ ഏത് കോളത്തിൽ എഴുതണം? ഇൻക്രീസ് കോളത്തിൽ എഴുതണം. അതേസമയം നമ്മളിവിടെ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് എഴുതുന്നത് വെച്ചാൽ നമ്മൾ ഡിക്രീസ് കോളത്തിൽ എഴുതണം. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയേക്കുന്നത് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഏത് കോളത്തിൽ എഴുതണം? ഇൻക്രീസ് കോളത്തിലെ ആ ഡിഫറൻസ്, വർക്കിംഗ് ക്യാപിറ്റൽ ഡിഫറൻസ് എമൗണ്ട് നമ്മൾ നേരത്തെ എഴുതിയില്ലേ 30,000, അത് ആ കോളത്തിൽ എഴുതാം. ഏത് കോളത്തിൽ? ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ കോളത്തിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കണം. നമുക്ക് ഇനിയും പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിക്കോളും. നെക്സ്റ്റ് പ്രോബ്ലം ഇതുപോലെ തന്നെ ഒരു ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. ഇയർ മാത്രം വ്യത്യാസമുണ്ട്. 2015-ഉം 16-ഉമാണ്. എന്നാൽ നമുക്ക് ലയബിലിറ്റീസും തന്നിട്ടുണ്ട്, അസറ്റ്സും തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് എന്ത് മാത്രം മതി? കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും മാത്രം മതി. അപ്പോൾ ലയബിലിറ്റി സൈഡിൽ നിന്ന് നോക്കുക. നമുക്ക് ഏതൊക്കെ? ഷെയർ ക്യാപിറ്റൽ ആവശ്യമില്ല, ഡിബഞ്ചേഴ്സ് ആവശ്യമില്ല, ടാക്സ് പേയബിൾ അത് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്, നമ്മൾ കൊടുക്കാനുള്ളതായിരുന്നു, കൊടുത്തിട്ടില്ല, അപ്പോൾ അത് കറണ്ട് ലയബിലിറ്റി ആണ്. അക്കൗണ്ട്സ് പേയബിൾ നമ്മുടെ ബിൽസ് പേയബിൾ തന്നെയാണ്, അപ്പോൾ അത് നമ്മൾ എടുക്കാറുണ്ട്. ദെൻ ഇൻട്രസ്റ്റ് പേയബിൾ അത് നമുക്ക് കൊടുക്കാനുള്ള ലയബിലിറ്റിയാണ്, നമ്മൾ കൊടുത്തിട്ടില്ല, അപ്പോൾ അത് കറണ്ട് ലയബിലിറ്റി ആണ്. ഡിവിഡൻഡ് പേയബിളും കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ നമുക്ക് കറണ്ട് ലയബിലിറ്റി ആയിട്ട് 4 ഉണ്ട്. ലാസ്റ്റത്തെ 4 നമ്മൾ ഷെഡ്യൂളിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ എടുക്കേണ്ടതാണ്. ദെൻ അസറ്റ്സ് നോക്കാം. ഫിക്സഡ് അസറ്റ് ആവശ്യമില്ല, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല. വർക്ക് ഇൻ പ്രോഗ്രസ് ഒരു കറണ്ട് അസറ്റ്സ് ആണ്. കാരണം അത് അത്ര നാളൊന്നും കെട്ടിക്കിടക്കില്ല, പെട്ടെന്ന് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി കൺവേർട്ട് ചെയ്യും. അത് സ്റ്റോക്ക് പോലെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് വരും, ദെൻ സ്റ്റോക്ക് വരും. അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയുകയാണെങ്കിൽ ബിൽസ് റിസീവബിൾ തന്നെ ക്യാഷും വരും. അപ്പോൾ അവിടെ 4 കറണ്ട് അസറ്റ്സുകളാണ് ഉള്ളത്. അപ്പോൾ ഈ 4 കറണ്ട് അസറ്റും 4 കറണ്ട് ലയബിലിറ്റി മാത്രം മതി നമുക്ക് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇത് വേഗം ഈ ബാലൻസ് ഷീറ്റ് കോപ്പി ചെയ്യുക. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഷെഡ്യൂൾ വരയ്ക്കുക. മൊത്തം 5 കോളംസ് പ്രൊവൈഡ് ചെയ്യുക. പെർട്ടിക്കുലർ ഇയർ 2 എഴുതുക, 2015-ഉം 16-ഉം. ദെൻ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് എഴുതുക. എന്ന് പറഞ്ഞ് കറണ്ട് അസറ്റ്സ് എഴുതുക. ഞാൻ നേരത്തെ പറഞ്ഞോണം 4 കറണ്ട് അസറ്റ്സ് ആണുള്ളത്, 4 എഴുതുക. വർക്ക് ഇൻ പ്രോഗ്രസ്, സ്റ്റോക്ക്, അക്കൗണ്ട്സ് റിസീവബിൾ, ക്യാഷ് അത് അതിൻ്റെ എമൗണ്ടുകൾ എടുത്ത് എഴുതുക. 80,000, 1,50,000, 70,000, 30,000. നെക്സ്റ്റ് കോളത്തിൽ 90,000, 2,25,000, 1,40,000, 10,000. അത് 4 കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കറണ്ട് അസറ്റ്സ് കിട്ടും. 2015-ലെ 3,30,000 ആണ് ടോട്ടൽ വരിക. അപ്പുറത്തേൽ 4,65,000 വരും. ദെൻ ബി എന്ന് പറഞ്ഞിട്ട് കറണ്ട് ലയബിലിറ്റീസ് എഴുതുക. നേരത്തെ പറഞ്ഞോണം 4 ഐറ്റംസ് ആണ് വരിക. ടാക്സ് പേയബിൾ, അക്കൗണ്ട്സ് പേയബിൾ, ഇൻട്രസ്റ്റ് പേയബിൾ ആൻഡ് ഡിവിഡൻഡ് പേയബിൾ അത് അതിൻ്റെ എമൗണ്ടുകൾ എടുത്ത് എഴുതുക. 77,000, 96,000, 37,000 ആൻഡ് 50,000. അപ്പുറത്ത് 43,000, 1,92,000, 45,000 ആൻഡ് 35,000. അപ്പോൾ നമ്മൾ രണ്ടും എല്ലാ കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ എടുത്ത് എഴുതി. ഇനി അത് ടോട്ടൽ ചെയ്യുക. അങ്ങനെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3,15,000 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. A-B, അതായത് ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റിൽ നിന്ന് ടോട്ടൽ ഓഫ് കറണ്ട് ലയബിലിറ്റി നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ 2015-ലത്തെ എമൗണ്ട് ആയ 3,30,000-ൽ നിന്ന് 2,60,000 ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 70,000 കിട്ടും 2015-ൽ. ദെൻ 2016-ലെ 4,65,000-ൽ നിന്ന് 3,15,000 ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,50,000 കിട്ടും. ഓക്കെ, അപ്പോൾ 2 കൊല്ലത്തെയും വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടി. ഇനി നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാണ് കൂടിയോ കുറഞ്ഞോ എന്ന്. അതായത് 70,000 എന്നുള്ളത് 1,50,000 ആയിട്ട് കൂടി. അപ്പോൾ നമ്മൾ ഇന്ന് എഴുതണം ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതണം? ഡിഫറൻസ് എമൗണ്ട് എത്രയാണ്? 1,50,000-ൽ നിന്ന് 70,000 ലെസ് ചെയ്താൽ എത്ര കിട്ടും? 80,000 കിട്ടും. ഏത് കോളത്തിലാണ് ഷോർട്ടേജ് വന്നിരിക്കുന്നത്? 2015-ലെ കോളത്തിലാണ് ഷോർട്ടേജ് വന്നിരിക്കുന്നത്. അപ്പോൾ 2015-ന്റെ കോളത്തിൽ അതിന് നേരെ 80,000 എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതിയത് മനസ്സിലായില്ലേ? 70,000 എന്നുള്ളത് 1,50,000 ആയിട്ട് കൂടി. അപ്പോൾ എന്ന് എഴുതണം? കൂടിയാൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഏത് കോളത്തിലാണ് ഷോർട്ടേജ് ഡിഫറൻസ് എമൗണ്ട് അവിടെ എഴുതുക.
ഷോർട്ടേജ് വന്നിരിക്കുന്നത് 2015 കോളത്തിലാണ്. ഡിഫറൻസ് എമൗണ്ട് 80,000. അപ്പോൾ 2015 കോളത്തിൽ 80,000 എന്ന് എഴുതാം ഈ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിന് നേരെ. ദെൻ ഇപ്പോൾ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് കോളം ഫില്ല് ചെയ്തുള്ള അല്ലെങ്കിൽ ഇത് മറക്കും. ഇവിടെ ഇൻക്രീസ് എന്ന് എഴുതിയാൽ നമ്മൾ ഏത് കോളത്തിൽ എഴുതണം? ഡിക്രീസ് കോളത്തിൽ ഈ സെയിം എമൗണ്ട് ആയ 80,000 അതിൻ്റെ നേരെ എഴുതി വെക്കുക. ഓക്കെ, അത് ആദ്യം തന്നെ ചെയ്തു, ഇപ്പോൾ തന്നെ ചെയ്തു വെച്ചപ്പോൾ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നല്ല എഴുതിയത്. അപ്പോൾ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കോളത്തിൽ ഈ സെയിം എമൗണ്ട് എടുത്തെഴുതാം. ഓക്കെ, ഇനി നമുക്ക് കറണ്ട് അസറ്റിൻ്റെ കമ്പാരിസൺ നോക്കാം. ആദ്യത്തെ വർക്കിംഗ് പ്രോഗ്രസ് 80,000 എന്നുള്ളത് 19,000 ആയിട്ട് കൂടി. അപ്പോൾ ഏതിലെഴുതണം? കൂടിയാൽ ഇൻക്രീസ് കോളത്തിൽ എഴുതണം. എത്ര ഡിഫറൻസ് എമൗണ്ട്? 10,000. അപ്പോൾ 10,000 ഇൻക്രീസ് കോളത്തിൽ എഴുതി. ദെൻ സ്റ്റോക്ക് നോക്കുക. 1,50,000 എന്നുള്ളത് 2,25,000 ആയിട്ട് കൂടി. അപ്പോൾ അതും ഏത് കോളത്തിൽ തന്നെ എഴുതണം? ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ കോളത്തിൽ ഡിഫറൻസ് എമൗണ്ട് ആയ 75,000 എന്ന് എഴുതാം. ദെൻ അടുത്ത അക്കൗണ്ട്സ് റിസീവബിൾ ആണ്. അതും എന്തായി? 70,000 എന്നുള്ളത് 1,40,000 ആയിട്ട് കൂടിയത് കൊണ്ട് ഇൻക്രീസ് കോളത്തിൽ എഴുതാം. ഡിഫറൻസ് എമൗണ്ട് 70,000. ദെൻ ക്യാഷ് എന്നുണ്ടായ 30,000 എന്നുള്ളത് 10,000 ആയിട്ട് കുറഞ്ഞു. കറണ്ട് അസറ്റ്സ് കുറഞ്ഞാൽ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ ഡിഫറൻസ് എമൗണ്ട് ആയ 20,000 ഏത് കോളത്തിൽ എഴുതാം? ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ കോളത്തിൽ എഴുതാം. അപ്പോൾ കറണ്ട് അസറ്റ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇനി എന്തിൻ്റെ എഴുതണം? കറണ്ട് ലൈബിലിറ്റിയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് എഴുതണം. ആദ്യത്തെ ഐറ്റം നോക്കുക. കറണ്ട് ലൈബിലിറ്റി എങ്ങനെയാണ്? കൂടിയാൽ കുറഞ്ഞ കോളത്തിൽ എഴുതുക, കുറഞ്ഞാൽ കൂടിയ കോളത്തിൽ എഴുതുക. നെഗറ്റീവ് അത് ഓർത്ത് വെച്ചാൽ മതി. ടാക്സ് പേയബിൾ 77,000 എന്നുള്ളത് 43,000 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഇൻക്രീസ് കോളത്തിൽ എഴുതാം. ഡിഫറൻസ് എമൗണ്ട് 34,000. നെക്സ്റ്റ് ഐറ്റം അക്കൗണ്ട്സ് പേയബിൾ 96,000 എന്നുള്ളത് 1,92,000 ആയിട്ട് കൂടി. അപ്പോൾ ഏത് കോളത്തിൽ എഴുതണം? കൂടിയാൽ ഡിക്രീസ് കോളത്തിൽ എഴുതാം. ഡിഫറൻസ് എമൗണ്ട് 96,000 എഴുതാം. ദെൻ നെക്സ്റ്റ് ഐറ്റം ഇൻട്രസ്റ്റ് പേയബിൾ ആണ്. അത് 37,000 എന്നുള്ളത് 45,000 ആയിട്ട് കൂടിയാൽ ഡിക്രീസ് കോളത്തിൽ എഴുതാം. ഡിഫറൻസ് എമൗണ്ട് 8,000. ദെൻ ലാസ്റ്റ് ഐറ്റം ഡിവിഡൻഡ് പേയബിൾ ആണ്. 50,000 എന്നുള്ളത് 35,000 ആയിട്ട് കുറഞ്ഞാൽ ഇൻക്രീസ് കോളത്തിൽ എഴുതാം. എത്രയാണ്? 15,000 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആ കമ്പാരിസൺ മാത്രം ശ്രദ്ധിച്ചാൽ മതി. മറ്റതൊക്കെ നമ്മൾ കുറേ നാളായിട്ട് ചെയ്യുന്നതാണ്. നമുക്ക് മറ്റേ കോമൺ സൈസിലും കമ്പാരിറ്റീവിലൊക്കെ അതുപോലെ ചെയ്യുന്നതാണ്. ആ കമ്പാരിസൺ ചെയ്യുമ്പോൾ ആ റിലേഷൻഷിപ്പ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കിത് തെറ്റുകൂടാണ്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. കറണ്ട് അസറ്റ്സും കൂടിയാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും, കറണ്ട് അസറ്റ് കുറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. പോസിറ്റീവ് റിലേഷൻഷിപ്പ്. അതേസമയം കറണ്ട് ലയബിലിറ്റിയും വർക്കിംഗ് ക്യാപിറ്റലും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. ഒന്ന് കൂടിയാൽ ഒന്ന് കുറയും. ആ ഒരു റിലേഷൻഷിപ്പ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ഇതുപോലെ തന്നെ ഒരു പ്രോബ്ലം കൂടി ചെയ്യാം നമുക്ക്. കാരണം ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമുക്ക് ഫണ്ട് ഫ്ലോ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പഠിച്ചാലേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. ഷെയർ ക്യാപിറ്റലും എല്ലാം തന്നിട്ടുണ്ട്. 2 കൊല്ലം 2015-ഉം 2016-ഉം തന്നിട്ടുണ്ട്. അസറ്റ്സും ലയബിലിറ്റീസും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെ ലയബിലിറ്റീസാണ് നമ്മൾക്ക് എടുക്കേണ്ട വരാമെന്ന്. ഷെയർ ക്യാപിറ്റൽ എടുക്കണ്ട, റിസർവ്സ് എടുക്കണ്ട, P&L അക്കൗണ്ട് എടുക്കണ്ട, ഡിബഞ്ചേഴ്സും എടുക്കണ്ട. അത് കഴിഞ്ഞിട്ട് വരുന്ന ക്രെഡിറ്റേഴ്സ് എടുക്കണം. അതുപോലെ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സും എടുക്കണം. അപ്പോൾ ആകെ നമുക്ക് 2 കറണ്ട് അസറ്റ്സ് ഉള്ള ക്രെഡിറ്റേഴ്സും പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സും. ദെൻ അസറ്റ് സൈഡ് നോക്കുക. ഫിക്സഡ് അസറ്റ് വേണ്ട, സ്റ്റോക്ക് വേണം, ബുക്ക് ഡെപ്റ്റ്സ് വേണം, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് അറ്റ് ബാങ്ക് വേണം. അടുത്ത ഐറ്റം ഒന്ന് നോക്കുക. പ്രിലിമിനറി എക്സ്പെൻസസ് ഒരു ഫിക്ടീഷ്യസ് അസറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തിനെടുക്കണ്ട? അത് കറണ്ട് അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതെടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 3 കറണ്ട് അസറ്റ്സാണ് വരുള്ള സ്റ്റോക്ക്, ബാങ്ക് ഡെപ്റ്റ്സ് ആൻഡ് ക്യാഷ് ഇൻ ഹാൻഡ് അറ്റ് ബാങ്ക്. പ്രിലിമിനറി എക്സ്പെൻസസ് വന്നാൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് എ കറണ്ട് അസറ്റ്സ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യൻ ആദ്യം എഴുതിയെടുക്കുക. ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോവാം. പ്രൊഫോമ വരയ്ക്കുക. 5 കോളം പ്രൊവൈഡ് ചെയ്യുക. പെർട്ടിക്കുലർ 2015-16 ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. എന്ന് പറഞ്ഞിട്ട് കറണ്ട് അസറ്റ്സ് എഴുതാം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. ആകെ 3 കറണ്ട് അസറ്റ്സ് ആണുള്ളത്. സ്റ്റോക്ക്, ബുക്ക് ഡെപ്റ്റ്സ്, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് അറ്റ് ബാങ്ക്. അതായത് എമൗണ്ടുകൾ എഴുതാം. 2,40,000, 2,50,000, 80,000. അപ്പോഴത്തെ 3,70,000, 2,30,000 ആൻഡ് 60,000. ദെൻ ടോട്ടൽ ചെയ്താൽ നമുക്ക് ടോട്ടൽ കറണ്ട് അസറ്റ്സ് കിട്ടും. 5,70,000ഉം 6,60,000ഉം കിട്ടി.
ദെൻ ബി എന്ന് പറഞ്ഞിട്ട് കറണ്ട് ലയബിലിറ്റീസ് എഴുതാം. അത് രണ്ട് കറണ്ട് ലയബിലിറ്റീസാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്, ക്രെഡിറ്റേഴ്സും പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സും. എമൗണ്ടുകൾ എഴുതാം. 1,70,000 60,000, അപ്പുറത്ത് 1,60,000 80,000. ദെൻ അത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കറണ്ട് ലയബിലിറ്റി കിട്ടും 2,30,000 2,40,000. നെക്സ്റ്റ് സി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കറണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അതായത് ടോട്ടൽ കറണ്ട് അസറ്റ്സിൽ നിന്ന് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്യുക. അതാണ് A-B എന്ന് പറഞ്ഞാൽ. അപ്പോൾ 2015 ഫിഗേഴ്സ് ഏതൊക്കെ വരിക? 5,70,000 നിന്ന് 2,30,000 ലെസ് ചെയ്യുക. അങ്ങനെ ആ വർഷത്തെ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് നമുക്ക് എത്ര കിട്ടും? 3,40,000 കിട്ടും. ദെൻ 2016 കറണ്ട് അസറ്റായ 6,60,000 നിന്ന് കറണ്ട് ലയബിലിറ്റിയായ 2,40,000 ലെസ് ചെയ്യുക. അങ്ങനെ നമുക്ക് എത്ര കിട്ടും? 4,20,000 അത് ആ വർഷത്തെ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കിട്ടും. ഇനി എന്ത് ചെയ്യണം? നമ്മൾ കമ്പയർ ചെയ്യുക, കൂടിയോ കുറഞ്ഞോ എന്ന് കമ്പയർ ചെയ്യുക. ഒന്ന് നോക്കി നോക്കിയാൽ 2015 3,40,000 എന്നുള്ളത് 2016 ആയപ്പോൾ 4,20,000 ആയിട്ട് കൂടി. അപ്പോൾ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. കൂടുതലല്ല ഉണ്ടായത്, ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് എഴുതാം. ഡിഫറൻസ് എമൗണ്ട് എത്രയാണ്? 80,000 ആണ്. ആ 80,000 അതിൻ്റെ നേരെ എഴുതാം. ഓക്കെ. ദെൻ അപ്പം തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് എൻട്രി ഇൻക്രീസ് ഡിക്രീസ് കോളത്തിൽ ഏതാ എഴുതാം. ഇവിടെ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആയതുകൊണ്ട് ഏത് കോളത്തിലാണ് എഴുതേണ്ടത്? അതിൻ്റെ ഓപ്പോസിറ്റായ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ കോളത്തിൽ ഈ 80,000 എഴുതാം. അത് അപ്പം തന്നെ ചെയ്ത് വെച്ചോട്ടെ, അല്ലെങ്കിൽ ഒന്ന് മറന്നു പോകും. ഓക്കെ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കമ്പയർ ചെയ്യുക. കൂടിയത് കൊണ്ട് എന്തെന്ന് എഴുതി? ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് എഴുതി. ഡിഫറൻസ് എമൗണ്ട് ഏത് കോളത്തിലാണോ ഷോർട്ടേജ്, എവിടെയാണോ കുറഞ്ഞത് അവിടെ എഴുതണം. അപ്പോൾ 2015 ടാലി ആക്കാനായിട്ട് കുറഞ്ഞത്, അപ്പോൾ അവിടെ 80,000 എന്ന് എഴുതി. ഇവിടെ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പുറത്തെ ഡിക്രീസ് കോളത്തിൽ ഈ സെയിം എമൗണ്ട് തന്നെ എഴുതാം. ഓക്കെ. ഇനി നമുക്ക് കറണ്ട് അസറ്റ്സിൻ്റെ കമ്പാരിസൺ നടത്താം. ആദ്യത്തെ ഐറ്റം സ്റ്റോക്കാണ്. 2,40,000 എന്നുള്ളത് 3,70,000 ആയിട്ട് കൂടി. കറണ്ട് അസറ്റ് കൂടിയാൽ ഇൻക്രീസ് കോളത്തിൽ എഴുതാം. ഡിഫറൻസ് എമൗണ്ട് 1,30,000. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ബുക്ക് ഡെപ്സ്. ബുക്ക് ഡെപ്സ് എന്ന് വെച്ചാൽ ഡെപ്റ്റേഴ്സ് തന്നെ. 2,50,000 എന്നുള്ളത് 2,30,000 ആയിട്ട് കുറഞ്ഞു. കറണ്ട് അസറ്റ് കുറഞ്ഞാൽ ഡിക്രീസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഡിഫറൻസ് എമൗണ്ട് ആയ 20,000 എഴുതി. നെക്സ്റ്റ് ഐറ്റം ക്യാഷ് ഇൻ ഹാൻഡ് അറ്റ് ബാങ്ക് ആണ്. 80,000 എന്നുള്ളത് 60,000 ആയിട്ട് കുറഞ്ഞു. കുറഞ്ഞാൽ ഇൻക്രീസ് കോളത്തിലാണ് എഴുതേണ്ടത്. എന്താണ്? 20,000 ആണ് നമുക്ക് കറണ്ട് അസറ്റാണ്. അപ്പോൾ ഡിക്രീസ് കോളത്തിൽ എഴുതാം 20,000. 80,000 എന്നുള്ളത് 60,000 ആയിട്ട് കുറഞ്ഞു. ഡിക്രീസ് കോളത്തിൽ 20,000 എന്ന് എഴുതി. ഇനി അടുത്ത കറണ്ട് ലയബിലിറ്റിയാണ്. ആദ്യത്തെ കറണ്ട് ലയബിലിറ്റി ആയിട്ട് വന്നിരിക്കുന്നത് ക്രെഡിറ്റേഴ്സ് ആണ്. നോക്കുക, നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. 1,70,000 എന്നുള്ളത് 1,60,000 ആയിട്ട് കുറഞ്ഞു. കുറഞ്ഞാൽ ഇൻക്രീസ് കോളത്തിൽ എഴുതാം. ഡിഫറൻസ് എമൗണ്ട് 10,000. അടുത്തത് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് ആണ്. അത് 60,000 എന്നുള്ളത് 80,000 ആയിട്ട് കൂടിയാൽ ഡിക്രീസ് കോളത്തിൽ എഴുതാം 20,000. ഓക്കെ. അപ്പോൾ ഇതുപോലെ കമ്പാരിസണും കൂടി എഴുതിയാൽ നമ്മുടെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ആ പ്രോബ്ലം കഴിഞ്ഞു. ആ ടേബിളിന് ഒരു ഹെഡിങ് കൊടുത്തുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല, എല്ലാ ടേബിളിനും ഒരു ഹെഡിങ് കൊടുക്കുക. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നൊരു ഹെഡിങ് കൊടുത്താൽ കുറച്ചും കൂടി പെർഫെക്ഷനായി കൊടുത്തോളൂ. കുഴപ്പമില്ല. ഇന്നലെ ചെയ്ത പ്രോബ്ലത്തിലും അതുപോലെ ഇന്ന് ചെയ്ത 3 കോളത്തിനും ഒരു ഹെഡിങ് കൊടുക്കുക. എന്താണ്? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ. ഇതൊരു ഹോംവർക്കാണ്. നമ്മുടെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ഹോംവർക്കായിട്ട് ചെയ്തിട്ട് വരിക. വേറെ അധികം പുതിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. നമ്മളിപ്പോൾ മൊത്തം ചെയ്ത 4 പ്രോബ്ലത്തിൻ്റെയും എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിലും മാത്രം വരുന്നൊരു പ്രോബ്ലമാണ്. നേരത്തെ പോലെ തന്നെ 2 കൊല്ലത്തിന് ഡീറ്റെയിൽസ് അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും തന്നിട്ടുണ്ട്. ലയബിലിറ്റി സൈഡ് നോക്കുക. ഷെയർ ക്യാപിറ്റൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. റിസർവ്സ് നമ്മൾ എടുക്കേണ്ട. മോർഗേജ് ലോൺ നമുക്ക് വേണ്ട. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് വേണം. അത് നമ്മുടെ കറണ്ട് ലയബിലിറ്റിയാണ് നമ്മൾ കൊടുക്കാനുള്ളത്, കൊടുത്തിട്ടില്ല. ക്രെഡിറ്റേഴ്സ് വേണം. ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സ് വേണം. പ്രപ്പോസൽ ഡിവിഡൻഡ് വേണം. ഈ 4 ഐറ്റംസാണ് കറണ്ട് ലയബിലിറ്റി ആയിട്ട് വരുന്നത്. അതാണ് നമ്മൾ 4 നമ്മൾ ഷെഡ്യൂളിൽ എടുക്കണം. ദെൻ അസറ്റ്സ് നോക്കുക. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വേണ്ട. പ്ലാന്റ് ആൻഡ് മെഷീനറി വേണ്ട. ഫേർണിച്ചർ വേണ്ട. അത് 3 ഫിക്സഡ് അസറ്റുകളാണ്. അത് 3 എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്ന സ്റ്റോക്ക് നമ്മൾ കൺസിഡർ ചെയ്യണം. സൺട്രി ഡെപ്റ്റേഴ്സ് എടുക്കണം. പ്രീപെയ്ഡ് എക്സ്പെൻസസ് എടുക്കണം. ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കണം. ക്യാഷ് അറ്റ് ബാങ്ക് എടുക്കണം. ലാസ്റ്റ് വരുന്ന പ്രിലിമിനറി
പ്രിലിമിനറി എക്സ്പെൻസസ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലും അത് ചെയ്തിരുന്നു. പ്രിലിമിനറി എക്സ്പെൻസസ് ഒരു കറണ്ട് അസറ്റ് അല്ല, ഒരു ഫിക്ടീഷ്യസ് അസറ്റാണ്. അത് നമ്മളിവിടെ എടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ബാക്കിയുള്ള അതിന് മുകളിൽ വരുന്ന 5 ഐറ്റംസാണ് നമ്മൾ കറണ്ട് അസറ്റ്സ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തോണം തന്നെ ഷെഡ്യൂൾ വരച്ചിട്ട് കറണ്ട് അസറ്റ്സ് 5 എഴുതുക, കറണ്ട് ലയബിലിറ്റി തന്നിട്ടുള്ള 4 എഴുതി വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ച് കമ്പയർ ചെയ്ത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അത് ഹോംവർക്കായിട്ട് ചെയ്തിട്ട് വരിക. ആൻസർ ഞാൻ അടുത്ത ക്ലാസ്സിൽ നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.